MRI എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% ശരിയല്ല. ഈ MRIയിൽ കാണുന്ന ഡിസ്ക് ബൾജ്, അതേപോലെ ഷോൾഡറിനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇത് കാണുമ്പോഴത്തേനും പേഷ്യന്റ് എന്താ ഫുള്ള് ഭയങ്കര സ്ട്രെസ് ആവാണ്. അപ്പൊ നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ ഈ റിസൾട്ട് കണ്ട് എനിക്ക് ഡിസ്ക് ബൾജാണ്, ഇതിന്റെ ബൾജായിട്ട് ഇങ്ങനെയാണ്, സർജറി വേണ്ടി വരുമോ അല്ലെങ്കിൽ സർജറി വേണമെന്ന് പറഞ്ഞിരിക്കണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ പേഷ്യൻസ് വരാം. അപ്പൊ പേഷ്യൻസ് ഓൾറെഡി എന്താണ് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഞാൻ ഈ പേഷ്യന്റിനോട് പറയല് MRI എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% ശരിയല്ല. ഈ MRIയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, റിസൾട്ടിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവണമെന്നില്ല. ഈ MRI എന്ന് പറഞ്ഞാൽ നമ്മളെ നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നോളജി ആണെന്നുള്ളൂ. ഇത്രേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പേഷ്യന്റ് MRI എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ചിലപ്പോൾ ഡിസ്ക് ബൾജ് ഉണ്ടായിന്ന് വരാം, പക്ഷെ അയാളെ പെയിൻ ഉണ്ടാവാനുള്ള റിയൽ റീസൺ അല്ലെങ്കിൽ റൂട്ട് കോസ് ആ ഡിസ്ക് ബൾജ് ആയിരിക്കണം എന്നില്ല. അയാൾക്ക് ഒരു പക്ഷേ അയാളെ പൈരിഫോമിസ് മസിൽ ടൈറ്റ്നസ് കൊണ്ടോ അല്ലെങ്കിൽ പല മസിൽ വീക്ക്നെസ് കൊണ്ടോ മസിൽ ഇംബാലൻസ് കൊണ്ടോ അല്ലെങ്കിൽ പോസ്ചർ കൊണ്ടോ ആയിരിക്കും അയാൾക്ക് എന്ത് ചെയ്ത് ആ നടുവേന വന്നത്. പക്ഷെ ഈ MRI എടുത്ത ഒറ്റ കാരണം കൊണ്ട് ഡിസ്ക് ബൾജിന് മാത്രം ട്രീറ്റ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ ആ പേഷ്യന്റ് തപ്പിക്കൊണ്ട് നിൽക്കുക. അപ്പൊ MRI എന്ന് പറഞ്ഞാൽ 100% ശരിയല്ല എന്നുള്ളത് എപ്പോഴും എല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്.